ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കഴിഞ്ഞ നമ്മുടെ പാർട്ട് 1ന്റെ ബാലൻസ് ആയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി. വർക്ക് പെർ യൂണിറ്റ് ഓഫ് ചാർജ് റിക്വയർഡ് ടു മൂവ് എ ചാർജ് ഫ്രം എ റെഫറൻസ് പോയിന്റ് ടു എ സ്പെസിഫൈഡ് പോയിന്റ്. ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും ഒരു സ്പെസിഫൈഡ് പോയിന്റിലേക്ക് ഒരു ചാർജിനെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു വർക്ക്, ഒരു യൂണിറ്റ് ചാർജിനെ മാറ്റാനായിട്ട് നമുക്ക് ചെയ്യേണ്ട വരുന്ന വർക്ക്, അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ 4πε0r. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ amount of work needed to move a unit charge from a reference point to a specific point against an electric field. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു റെഫറൻസ് പോയിന്റിൽ നിന്നും ഒരു സ്പെസിഫിക് പോയിന്റിലോട്ട് അഗെയിൻസ്റ്റ് ആൻ ഇലക്ട്രിക് ഫീൽഡ് എന്നും കൂടെ പറയണം. അവിടെ നമുക്ക് ഒരു യൂണിറ്റ് ചാർജിനെ മാറ്റാനായിട്ട് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് വർക്ക് എത്രമാത്രം എമൗണ്ട് വേണം, അതാണ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. നെക്സ്റ്റ് ഒരു ഹെഡിങ് ആണത്. കൺസിഡർ എ പോയിന്റ് ചാർജ് Q പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് എ. അപ്പോൾ ഒരു പോയിന്റ് ചാർജ് Q എന്ന് പറഞ്ഞിട്ട് വെച്ചിരിക്കുന്നത് പോയിന്റ് എയിലാണ്. We have to find the potential at a point P where AP equal to R. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ അറ്റ് പോയിന്റ് P, അവിടെ AP എന്ന് പറയുന്നത് R ആണ്. Let us take the reference point at R equal to infinity. Suppose a test charge Q0 is moved from R equal to infinity to this point P. The change in potential energy of the system. ചേഞ്ച് കണ്ടുപിടിക്കാനായിട്ട് UP minus U infinity equal to Q0 divided by 4πε0r. Potential at P equal to UP minus U infinity divided by Q0 equal to Q divided by 4πε0r. അപ്പോൾ ഇവിടെ പൊട്ടൻഷ്യൽ, ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജിൻ്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് V equal to 1/4πε0 സമ്മേഷൻ I QI by RI എന്നാണ്. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് പൊട്ടൻഷ്യൽ. ഈ ഇലക്ട്രിക് ഫീൽഡും പൊട്ടൻഷ്യലും തമ്മിലുള്ള റിലേഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് ഫീൽഡ് ഈസ് ദി നെഗറ്റീവ് സ്പേസ് ഡെറിവേറ്റീവ് ഓഫ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഒരു നെഗറ്റീവ് സ്പേസ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു വയ്ക്കുക. -d⁻V/dr = E. ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. Equipotential surfaces. A surface with a constant value of the potential at all points on the surface. ഒരു സർഫസ് അതിന് എങ്ങനെയാണ് വിത്ത് കോൺസ്റ്റൻറ്റ് വാല്യൂ ഓഫ് പൊട്ടൻഷ്യൽ. കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ് എല്ലാ പോയിൻറ്റ്സും, ആ സർഫസിലുള്ള എല്ലാ പോയിൻറ്റ്സിലും കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിട്ടാണ് ഉണ്ടാവുക. അതിനെയാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുക. അതിന് ഞാൻ ഫിഗർ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. നെക്സ്റ്റ് വരുന്നതാണ് ഇലക്ട്രിക് ഫ്ലക്സ്. Measure of electric field through given surface although an electric field in itself cannot flow. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഒരു മെഷറാണ് നമുക്ക് തന്നിട്ടുള്ള ഒരു സർഫസിലത്തെ ഇലക്ട്രിക് ഫീൽഡിൻ്റെ മെഷറാണ് ഇവിടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, ഈ ഒരു ഫീൽഡിൽ ഇലക്ട്രിക് ഫീൽഡ് അതിൻ്റേതായ ഇലക്ട്രിക് ഫീൽഡിന് അവിടെ ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ വരുന്നൊരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫ്ലക്സ് ഓവർ ആൻ ഏരിയ ഇൻ ആൻ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്രോസിംഗ് ദിസ് ഏരിയ നോർമലി. ഇപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, എല്ലാ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും അവിടെ നോർമലായിട്ട് ആ ഒരു ഏരിയനെ നോർമലായിട്ട് ക്രോസ് ചെയ്യുന്നതിനെ പറയുന്നതും ഇലക്ട്രിക് ഫ്ലക്സ് തന്നെയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഗോസസ് തിയറം. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് അക്രോസ് എ ക്ലോസ്ഡ് സർഫസ് ഈസ് ഈക്വൽ ടു 1/ε0 ടൈംസ് ദ ചാർജ് എൻക്ലോസ്ഡ് ബൈ ദ സർഫസ്. ഗോസസ് തിയറം എന്ന് പറയുന്നത് ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് എവിടെയാണ്, ഒരു ക്ലോസ്ഡ് സർഫസിൽ, അത് എന്തിനോട് ഈക്വൽ ടു ആണ് 1/ε ടൈംസ് ചാർജ്ഡ് എൻക്ലോസ്ഡ് ബൈ ദി സർഫസ്, അതിനോട് ഈക്വൽ ആണ്. ഇതിനെ നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുന്നത് phi equal to
ക്യൂ ബൈ എപ്സിലോൺ സീറോ എന്നാണ് വരുന്നത്. ഇവിടെ ക്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ടോട്ടൽ ചാർജ്, അതുപോലെ എപ്സിലോൺ സീറോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രിക് കോൺസ്റ്റൻറ്റ്, മറ്റേത് ഇലക്ട്രിക് ഫ്ലക്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഗോസസ് തിയറത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പ്രൂഫ് ഉണ്ട്. സപ്പോസ് എ ചാർജ് ക്യൂ ഈസ് പ്ലേസ്ഡ് അറ്റ് എ പോയിന്റ് ഒ ഇൻസൈഡ് എ ക്ലോസ്ഡ് സർഫസ്. അപ്പോൾ നമ്മുടെ അടുത്ത് സപ്പോസ് പറഞ്ഞിരിക്കുകയാണ്, ഇപ്പോൾ ഒരു ക്ലോസ്ഡ് സർഫസ്, അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് ഒ എന്ന് പറഞ്ഞിട്ട് ഒരു പോയിന്റ്, അവിടെ നമ്മൾ ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ചാർജ് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ടേക്ക് എ പോയിന്റ് പി ഓൺ ദ സർഫസ് ആൻഡ് കൺസിഡർ എ സ്മോൾ ഏരിയ ഡി എസ് ഓൺ ദ സർഫസ് അറൗണ്ട് പി. അപ്പോൾ പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് നമ്മൾ എടുക്കുകയാണ്. അത് എവിടെയാണ്? സർഫസിലാണ്. മാത്രമല്ല അത് ചെറിയൊരു ഏരിയയുടെ കാര്യമാണ് അവിടെ പറയുന്നത്. ലെറ്റ് ഒ പി ഈക്വൽ ടു ആർ. ദ ഇലക്ട്രിക് ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ചാർജ് ക്യൂ ഈസ് ഇ ഈക്വൽ ടു ക്യൂ ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ. ഞാനതിൻ്റെ ഫിഗർ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് കുറച്ചുകൂടി മനസ്സിലാവും. Suppose this line makes an angle theta with the outwards normal to ds. The flux of the electric field through ds is d phi equal to e ds cos theta. The total electric flux enclosed within the surface phi e ds equal to q by epsilon 0. അപ്പോൾ ഈ ഒരു ഇക്വേഷനിലോട്ട് ഇത് കൊണ്ടെത്തിക്കുക. അപ്പം ഞാനിതിൻ്റെ നോട്ട്സ് സ്ക്രീനിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുകയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി മനസ്സിലാവും. പിന്നെ വരുന്നതാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഗോസസ് തിയറം. അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത് കൂളോംസ് ലോ ഫ്രം ഗോസസ് തിയറം. അപ്പോൾ ഗോസസ് തിയറത്തിൽ നിന്ന് കൂളോംസ് ലോ അതാണ് പറയുന്നത്. കൺസിഡർ എ പോയിന്റ് ചാർജ് Q1. Let P be a point at a distance r from Q1. Construct Gaussian surface in the form of a sphere with P on the surface of the Gaussian. Electric field at P by Gauss's theorem can be written as phi e ds equal to Q1 divided by epsilon 0. എന്നിട്ട് താഴോട്ട് നമ്മൾ തീറ്റയ്ക്ക് 0 കൊടുക്കുകയാണ്. അതുപോലെ കോസ് തീറ്റ എന്ന് പറയുമ്പോൾ അപ്പോൾ 1 ആണ് കിട്ടുന്നത്. E can be taken outside the integral since it is constant all points on the Gaussian. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് ഇത് നമുക്ക് ചെയ്ത് വരുമ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് F ഈക്വൽ ടു Q2 Q1 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ. അപ്പോൾ നമ്മളുടെ കൂളോംസ് ലോ എന്ന് പറയുന്നത് Q1 Q2 ഡിവൈഡഡ് ബൈ 4 എപ്സിലോൺ 0 ആർ സ്ക്വയർ തന്നെയല്ലേ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റത്തെ ഒരു അപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ് നോൺ കണ്ടക്റ്റിംഗ് ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ നമ്മളിത് പഠിക്കുമ്പോൾ ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഫസ്റ്റത്തെ അപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ കൂളോംസ് ലോയുടെ ഇക്വേഷൻ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ നമ്മുടെ രീതിയിൽ അതിങ്ങനെ ആലോചിക്കുക. എന്നിട്ട് ഏകദേശം ഇത് നമ്മൾ ഇതൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ, അത് ആ ഒരു ഇക്വേഷനിലോട്ട് കൊണ്ടുവരിക. കൺസിഡർ എ തിൻ നോൺ കണ്ടക്റ്റിംഗ് പ്ലെയിൻ ഇൻഫിനിറ്റ് ഷീറ്റ് ഓഫ് ചാർജ്. ലെറ്റ് sigma be the surface density of charge. We have to calculate field intensity at any point p distance r from the sheet. From geometry, we find that E on either side of the sheet must be perpendicular to the plane of the sheet having same magnitude at all points equidistant from the sheet. അപ്പോൾ എല്ലാ പോയിന്റ്സും കറക്റ്റ് ഡിസ്റ്റൻസിലൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ലാസ്റ്റ് പോലെ തന്നെ ഇതിൻ്റെ ആൻസർ വരുന്നത് E ഈക്വൽ ടു സിഗ്മ ബൈ 2 എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ട് ആ ഒരു ആൻസറിലോട്ട് ഇത് കൊണ്ട് എത്തിക്കുക, അതാണ് മെയിനായിട്ട് വരുന്നൊരു കാര്യം. ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു 2 പാരലൽ ഷീറ്റ് ഓഫ് ചാർജ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നോട്ട്സ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ലാസ്റ്റ് ഇക്വേഷൻ വരുന്നത് 2 ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് വരുന്നതാണ് സപ്പോസ് സിഗ്മ 1 ഈക്വൽ ടു സിഗ്മ ആൻഡ് സിഗ്മ 2 ഈക്വൽ ടു നെഗറ്റീവ് സിഗ്മ. 2 ഷീറ്റ്സ് ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റീസ്. അപ്പോൾ ഇവിടെ E1 എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ E2 എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. E3 എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്നത് this shows that when 2 sheets carrying equal and opposite charge densities, a uniform field is produced in between the plates and on either sides field are 0.
ദിസ് ഈസ് ഹൗ യൂണിഫോം ഫീൽഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ പ്രാക്ടീസ്. അപ്പോൾ ഇത് കാണിക്കുന്നത് ഇപ്പോൾ രണ്ട് ഷീറ്റ് ഈക്വലും ഓപ്പോസിറ്റ് ചാർജ് ഡെൻസിറ്റിയും ഒക്കെ ആവാം. അപ്പോൾ അതിൻ്റെ സൈഡ്സിലെ ഫീൽഡൊക്കെ 0 ആവാം. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. പിന്നത്തെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സിഗ്മ 1 സിഗ്മ തന്നെ, അതേപോലെ സിഗ്മ 2 എന്ന് പറയുന്നതും സിഗ്മ തന്നെ. അപ്പോൾ E1 എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0, E2 എന്ന് പറയുന്നത് 0, E3 എന്ന് പറയുന്നത് സിഗ്മ ബൈ എപ്സിലോൺ 0. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഫോർ മോർ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ E1 ആണ് സിഗ്മ ബൈ എപ്സിലോൺ 0, അതുപോലെ E3യും സിഗ്മ ബൈ എപ്സിലോൺ 0 ആണ്. നടുവിലത്തെ ഒരു E2 മാത്രമാണ് ഇവിടെ 0 ഉണ്ടായിരുന്നത്. മുന്നത്തേൽ എങ്ങനെയായിരുന്നു? ആദ്യത്തെയും മൂന്നാമത്തെയും 0 ആയിരുന്നു, നടുവിലത്തെ ആയിരുന്നു സിഗ്മ ബൈ എപ്സിലോൺ 0 ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ അത് മൈൻഡിൽ വെക്കുക. Capacitance of a conductor is the ability of the conductor to store charge on it by raising its potential. അപ്പോൾ കപ്പാസിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു കണ്ടക്ടറിൻ്റെ അതിൽ ചാർജ് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് അതിൻ്റെ പൊട്ടൻഷ്യൽ റേസ് ചെയ്തിട്ട് ചാർജ് എത്രമാത്രം സ്റ്റോർ ചെയ്യാൻ അതിന് എബിലിറ്റി ഉണ്ട്, അതിന് കഴിവുണ്ട്. അതാണ് കപ്പാസിറ്റൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനായിട്ട് വരുന്നത് Q/V, C=Q/V ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഫാരഡ് ആണ്. കപ്പാസിറ്റൻസ് ഓഫ് ആൻ ഐസൊലേറ്റഡ് സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കണ്ടുപിടിക്കാനായിട്ട് V = Q/4πε0r. ഇനി അത് എർത്തിൻ്റെ കേസിലാണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുന്നത് 7.11 ആണ്. നെക്സ്റ്റ് വരുന്നതാണ് കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക്, ഇൻഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. Materials are broadly divided into 2 categories, namely conductors and insulators, according to their behavior when they are placed in electric field. അപ്പോൾ മെറ്റീരിയൽസ് രണ്ട് കാറ്റഗറി ആക്കി തിരിച്ചിട്ടുണ്ട്. ഒന്നാണ് കണ്ടക്ടർ, മറ്റേത് ഇൻസുലേറ്റർ. അപ്പോൾ അത് അതിൻ്റെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ബേസ് വെച്ചിട്ടാണ് ഇത് തിരിച്ചിരിക്കുന്നത്. മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അപ്പോൾ ഒരു മാറ്റർ എന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആറ്റംസ് വെച്ചിട്ടോ അല്ലെങ്കിൽ മോളിക്യൂൾസ് വെച്ചിട്ടോ ഉണ്ടാക്കിയതാണ് മാറ്റർ എന്ന് പറയുന്നത്. ഈച്ച് ആറ്റം കണ്ടെയ്ൻസ് എ പോസിറ്റീവ്ലി ചാർജ് ന്യൂക്ലിയോൺസ് ആൻഡ് സെവറൽ ഇലക്ട്രോൺസ് ഗോയിങ് അറൗണ്ട് ഇറ്റ്. അപ്പോൾ എല്ലാ ആറ്റത്തിലും പോസിറ്റീവ് ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയോൺസ് ഒക്കെ ഉണ്ടാവും. പിന്നെന്താ, ഇൻ സം മെറ്റീരിയൽസ് ദ ഔട്ടർ ഇലക്ട്രോൺസ് ഓഫ് ഈച്ച് atom are weakly bound to it. These electrons are almost free to move throughout the body and called free electrons. ഇതിലുള്ള ഇലക്ട്രോൺസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഫ്രീ ആയിട്ട്, ഓൾമോസ്റ്റ് അല്ലാതെ ഫ്രീ ആയിട്ട് എവിടെ വേണമെങ്കിലും പോകാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് അതിനെ ഫ്രീ ഇലക്ട്രോൺസ് എന്നാണ് വിളിക്കുന്നത്. When such a material is placed in the electric field, the free electrons move in direction opposite to the field. അപ്പോൾ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ ഇവരുടെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ ആ ഒരു പ്ലേസിൽ അവർ കടന്നു പോകേണ്ട, ഫ്രീ ആയിട്ട് പോകേണ്ട വഴിയിൽ കൊണ്ടുവയ്ക്കുകയാണെന്ന് വെച്ചാൽ ഈ ഫ്രീ ഇലക്ട്രോൺസിന് അവരുടെ വഴി തടസ്സപ്പെടും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അവർ പോയി തുടങ്ങും. അങ്ങനെ പറയുന്നത് ആ ഒരു മെറ്റീരിയൽസിനെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കണ്ടക്ടേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് സിൽവർ, കോപ്പർ, അയൺ, അലുമിനിയം, മെർക്യൂറി എന്നൊക്കെ പറയുന്നത്. In some other material, all the electrons are tightly bound to their respective atoms or molecules. When such a material is placed in an electric field, the electrons may shift opposite to the field, but they can't leave their parent atoms or molecules. Such materials are called insulators or dielectrics. ഇപ്പോൾ വേറൊരു കേസ് പറയുകയാണെന്ന് വെച്ചാൽ ഇലക്ട്രോൺസ് ഒക്കെ ഭയങ്കര ടൈറ്റായിട്ട് അവരുടെ ആറ്റംസ്, മോളിക്യൂൾസിനൊക്കെ ടൈറ്റായിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇവർക്കിങ്ങനെ വഴി മാറിപ്പോണ്ട ഒരു അവസരം വരികയാണെങ്കിൽ അവർ ഒരിക്കലും ഒറ്റയ്ക്കൊന്നും ഇലക്ട്രോൺസ് പോവില്ല. പോകുമ്പോൾ അവർ പാരൻ്റ് ആറ്റംസ് അല്ലെങ്കിൽ മോളിക്യൂൾസ് അവരുടെ ഒക്കെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും ആ ഒരു ആറ്റംസിനെ ഒന്നും ഉപേക്ഷിച്ചിട്ടിട്ട് പോവില്ല. അങ്ങനത്തെ ഒരു മെറ്റീരിയൽസിനൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ് അല്ലെങ്കിൽ ഡൈ ഇലക്ട്രിക്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുകയാണെങ്കിൽ ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക്, വാക്സ്, പേപ്പർ, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ബിഹേവിയർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ്. അപ്പോൾ ഫസ്റ്റത്തെ ഒരു കാര്യം പറയുന്നത് നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് എ കണ്ടക്ടർ ഈസ് 0. അപ്പോൾ ഇവിടെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഒരു കണ്ടക്ടറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ അത് 0 ആണ്. നെറ്റ് ചാർജ് ഇൻ ദ ഇൻറ്റീരിയർ ഓഫ് കണ്ടക്ടർ എന്ന് പറയുന്നത് 0 ആണ്. ചാർജ് ഓൾവേസ് റിസൈഡ്സ് ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് കണ്ടക്ടറിൻ്റെ ഔട്ടർ സർഫസിലായിരിക്കും ചാർജ് ഉണ്ടാവുന്നത്.
Electric field just outside a charged conductor is perpendicular to the surface of the conductor at every point. അപ്പോൾ എല്ലാ പോയിന്റിലും ഈ ഇലക്ട്രിക് ഫീൽഡ് ജസ്റ്റ് ഔട്ട്സൈഡ് എ ചാർജ്ഡ് കണ്ടക്ടർ ഈസ് പെർപെൻഡിക്കുലർ ടു ദ സർഫസ് ഓഫ് കണ്ടക്ടർ. ഈ ഒരു കണ്ടക്ടറിൻ്റെ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടായിരിക്കും എല്ലാ പോയിന്റിലും ഈ ചാർജൊക്കെ ഉണ്ടാവുന്നത്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് കോൺസ്റ്റൻറ്റ് വിത്തിൻ ആൻഡ് അറ്റ് ദ സർഫസ് ഓഫ് ഈച്ച് കണ്ടക്ടർ. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ അത് എല്ലാ ഒരു സർഫസിൽ കണ്ടക്ടറിൻ്റെ എല്ലാ സർഫസിലും ഉണ്ടായിരിക്കും. സർഫസ് ഡെൻസിറ്റി ഓഫ് ചാർജ് ഈസ് ഡിഫറെൻറ്റ് അറ്റ് ഡിഫറെൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ സർഫസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് പല സ്ഥലത്തും ഇപ്പോൾ ഡിഫറെൻറ്റ് സ്ഥലങ്ങളിൽ ഡിഫറെൻറ്റ് പോയിൻറ്റ്സിൽ ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ്. ഇറ്റ് ഈസ് ദ ഫിനോമിനൻ ഓഫ് പ്രൊഡ്യൂസിങ് എ സർട്ടൈൻ റീജിയൻ ഓഫ് സ്പേസ് ഫ്രീ ഫ്രം ഇലക്ട്രിക് ഫീൽഡ്. ഇതെന്ന് പറയുന്നത് ഒരു സർട്ടൈൻ റീജിയൻ ഓഫ് സ്പേസ് ഫ്രീ ഫ്രം ഇലക്ട്രിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡിൽ നിന്നുള്ളൊരു ഫ്രീ ആയിട്ടുള്ളൊരു സ്പേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുകയാണെന്ന് വെച്ചാൽ ദി മെറ്റാലിക് ബോഡി ഓഫ് ദി കാർ ഓർ ബസ് പ്രൊവൈഡ്സ് ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് ഫ്രം ലൈറ്റ്നിങ്. ഇപ്പോൾ നമ്മൾക്ക് ഇടിവെട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാറിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഇടിമിന്നലെ ഏൽക്കില്ല എന്ന് പറയില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇലക്ട്രോസ്റ്റാറ്റിക് ഷീൽഡിംഗ് എന്നതുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണത്. Behavior of dielectrics in electrostatic field. Dielectrics are of two types, namely non-polar dielectric and polar dielectrics. അപ്പോൾ രണ്ട് ടൈപ്പാണുള്ളത്, നോൺ പോളാറും അതേപോലെ പോളാറും. നോൺ പോളാർ dielectric like nitrogen, oxygen, benzene, methane, etc. are made of non-polar atoms. അപ്പോൾ നോൺ പോളാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോൺ പോളാർ ആറ്റംസ് വെച്ചിട്ട് ഉണ്ടാക്കിയതിനെയാണ്. അതേപോലെ തന്നെ അടുത്തത് വരുന്നതാണ് പോളാർ ഡൈഇലക്ട്രിക്സ്. അതിൽ വരുന്നത് വാട്ടർ, ആൽക്കഹോൾ, CO2, NH3, HCl ഒക്കെയാണ് ഇത് വരുന്നത്. മെയ്ഡ് ഓഫ് പോളാർ ആറ്റംസ് ഓർ മോളിക്യൂൾസ്. അത് ഉണ്ടാക്കിയേക്കുന്നത് പോളാർ ആറ്റംസോ അല്ലെങ്കിൽ മോളിക്യൂൾസോ യൂസ് ചെയ്തിട്ടായിരിക്കും. ഇൻ സച്ച് മോളിക്യൂൾസ് ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് ചാർജസ് ഡസ് നോട്ട് കോയിൻസൈഡ് വിത്ത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് നെഗറ്റീവ് ചാർജ്. ഈ ഒരു പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കാര്യത്തിൽ പോസിറ്റീവ് ചാർജ്, ഇപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അത് പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ളത് അത് ഒരിക്കലും സെൻറ്റർ ഓഫ് മാസ് ഓഫ് നെഗറ്റീവ് ചാർജ് ആയിട്ട് കോയിൻസൈഡ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ ഡൈഇലക്ട്രിക്കിൻ്റെ കാര്യം വരുമ്പോൾ ഈ സെൻറ്റർ ഓഫ് മാസ് ഓഫ് പോസിറ്റീവ് ചാർജും അതുപോലെ സെൻറ്റർ ഓഫ് മാസ് ഓഫ് നെഗറ്റീവ് ചാർജും കോയിൻസൈഡ് ചെയ്യും. പോളാർ ഡൈഇലക്ട്രിക്കിൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെ കോയിൻസൈഡ് ചെയ്യില്ല. Dielectric strength. The maximum electric field that a dielectric can withstand without electric breakdown is called dielectric strength of material. അപ്പോൾ maximum electric field that a dielectric can withstand without electric breakdown. ഇപ്പോൾ മാക്സിമം ആയിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡിന് ഒരു ഇലക്ട്രിക് ഫീൽഡ് മാക്സിമത്തിൽ ഡൈഇലക്ട്രിക്കിന് ബ്രേക്ക് ചെയ്യാണ്ടൊക്കെ ഇങ്ങനെ അവിടെ അതേപോലെ തന്നെ നിൽക്കാൻ പറ്റുക. ബ്രേക്ക് ചെയ്യാണ്ട് എത്ര നേരം അല്ലെങ്കിൽ എത്ര ആ ഒരു ഫീൽഡ് എത്ര സ്ട്രെങ്ത്തോടുകൂടെ അവിടെ ഇങ്ങനെ വെറുതെ നിൽക്കാൻ പറ്റുന്നുണ്ടോ ബ്രേക്ക് ആവാണ്ട്, അതിനെയാണ് ഡൈഇലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഒരു അത് ബ്രേക്ക് ആവാണ്ട് നിൽക്കാൻ പറ്റുന്ന അത്രയും ഒരു സ്ട്രെങ്ത്. നെക്സ്റ്റ് വരുന്നതാണ് കപ്പാസിറ്റർ. എ കപ്പാസിറ്റർ ഈസ് എൻ അറേഞ്ച്മെൻറ്റ് ഫോർ സ്റ്റോറിങ് ലാർജ് എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ് ആൻഡ് ഹെൻസ് ഇലക്ട്രിക്കൽ എനർജി. കപ്പാസിറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വലിയൊരു ചാർജ് സ്റ്റോർ ചെയ്യാനായിട്ട് ആവശ്യമുള്ള എമൗണ്ട് ഓഫ് ഇലക്ട്രിക് ചാർജ്, വലിയൊരു വലിയ ചാർജൊക്കെ സ്റ്റോർ ചെയ്യുക, അതൊക്കെയാണ് കപ്പാസിറ്റർ ചെയ്യുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അങ്ങനെ സ്പെരിക്കൽ കപ്പാസിറ്റർ, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രിൻസിപ്പിൾ ഓഫ് എ കപ്പാസിറ്റർ. കൺസിഡർ ആൻ ഇൻസുലേറ്റഡ് മെറ്റൽ പ്ലേറ്റ് എ. അപ്പോൾ ഒരു മെറ്റൽ പ്ലേറ്റ് എ നമ്മൾ കൺസിഡർ ചെയ്യുക. ലെറ്റ് സം പോസിറ്റീവ് ചാർജ് ബി ഗിവൻ ടു ദ പ്ലേറ്റ് ടിൽ ഇറ്റ്സ് പൊട്ടൻഷ്യൽ ബിക്കം മാക്സിമം. അപ്പോൾ ഇതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ മാക്സിമം ആവുന്ന വരെ ഇതിന് പോസിറ്റീവ് ചാർജ് നമ്മൾ കൊടുക്കാം. No further charge can be given to this plate as it would leak out. അപ്പോൾ നമ്മൾ ഫർദർ ചാർജ് ഇത് ലീക്ക് ആവുന്ന ടൈമിലൊന്നും പിന്നെ കൊടുക്കാനായിട്ട് പാടില്ല. നൗ കൺസിഡർ അനദർ മെറ്റൽ പ്ലേറ്റ് ബി നിയർ ദ പ്ലേറ്റ് എ. അപ്പോൾ എ എന്ന് പറഞ്ഞ പ്ലേറ്റിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെറ്റൽ പ്ലേറ്റ് വെക്കുക. By induction, a negative charge is induced on the nearer face of B and
ഈക്വൽ പോസിറ്റീവ് ചാർജ് ഡെവലപ്ഡ് ഓൺ ദ ഫർദർ ഫേസ് ഓഫ് ബി. അപ്പോൾ ഇൻഡക്ഷൻ വഴി നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യണം, ഈ ബിയുടെ ഫേസിലോട്ട് കൊടുക്കുക. ആൻഡ് ഈക്വൽ പോസിറ്റീവ് ചാർജ് എന്ത് ചെയ്യണം, ബിയുടെ മറ്റേ ഫേസിലോട്ട് കൊടുക്കുക. The induced negative charge tends to decrease the potential of A. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജ് എന്തായോ നമ്മുടെ എയുടെ ആ ഒരു പൊട്ടൻഷ്യൽ കുറയ്ക്കും. ആസ് ദ ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജ് ഈസ് ക്ലോസർ ടു എയുടെ അടുത്തോട്ട് വരുമ്പോഴാണ് ഇതിങ്ങനെ കുറയ്ക്കുക. അത് ഭയങ്കരമായിട്ട് അതിനെ എഫക്റ്റ് ചെയ്യും, എനെ എഫക്റ്റ് ചെയ്യും. ഈ ബിക്ക് ഇവിടെ ചാർജ് കൊടുക്കുന്നത് എനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. The overall potential of A reduces and hence some more charge can be given to A to raise its potential to maximum. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ എയുടെ ചാർജ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എയുടെ പൊട്ടൻഷ്യൽ മാക്സിമം ആക്കുന്ന വരെ എക്ക് ചാർജ് കൊടുക്കണം. ദസ് കപ്പാസിറ്റി ഓഫ് കണ്ടക്ടർ എ ഹാസ് ഇൻക്രീസ്ഡ് ബൈ ബ്രിങ്ങിങ് അനദർ ചാർജ്ഡ് കണ്ടക്ടർ ബി ഇൻ ഇറ്റ്സ് വിസിനിറ്റി. Now connect the plate B to earth. The induced negative charge in B, however, stays on it as it is bound to positive charge on A. അങ്ങനെ നമ്മളിപ്പോൾ ബിയുടെ ഒരു ബി എന്താണ് ആ ഒരു പ്ലേറ്റിന് നമ്മൾ എർത്തിലോട്ട് കണക്ട് ചെയ്യുക. അപ്പോൾ നെഗറ്റീവ് ചാർജ് ബിയിലുള്ള നെഗറ്റീവ് ചാർജ് അവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ പോസിറ്റീവ് ചാർജ് എ ഇല്ലേ അതിലോട്ട് ഈ എന്ന് ബിയുടെ നെഗറ്റീവ് ചാർജ് എർത്തിലോട്ട് പോവും. അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് എയുടെ അടുത്തോട്ട് പോവും. ഡ്യൂ ടു ഇൻഡ്യൂസ്ഡ് നെഗറ്റീവ് ചാർജ് ഓൺ ബി പൊട്ടൻഷ്യൽ ഓഫ് എ ഇസ് ഗ്രേറ്റ്ലി റെഡ്യൂസ്ഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എയുടെ ആ ഒരു പൊട്ടൻഷ്യൽ ഭയങ്കരമായിട്ട് റെഡ്യൂസ് ആവും. ദസ് എ ലാർജ് എമൗണ്ട് ഓഫ് ചാർജ് ക്യാൻ ബി ഗിവൺ ടു എ ടു റേസ് ഇറ്റ് ടു മാക്സിമം പൊട്ടൻഷ്യൽ. ദിസ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് കപ്പാസിറ്റർ. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി ഇത് വായിച്ചു നോക്കുക, ഞാനിത് സ്ക്രീനിൽ കൊടുക്കാം. നെക്സ്റ്റ് വരുന്നതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. അതേപോലെ തന്നെ വരുന്നതാണ് സ്പെരിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ ഇത് രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും നമ്മുടെ അടുത്ത് ഇതിൻ്റെ ഡെറിവേഷനൊക്കെ ചെയ്യാനായിട്ട് പറയാറുണ്ട്. പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ് കൂടുതലും ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 കണ്ടക്ടിങ് പ്ലേറ്റ്സ് ഈച്ച് ഓഫ് ഏരിയ എ ഹെൽഡ് പാരലൽ ടു ഈച്ച് അതർ ബൈ സ്യൂട്ടബിൾ ഡിസ്റ്റൻസ് ഡീപ് അപ്പാർട്ട്. The plates are separated by an insulating medium like air, paper, mica, glass, etc. അപ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഒരു മീഡിയം വെച്ചിട്ടായിരിക്കും ഈ പ്ലേറ്റ്സ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവുക. വൺ ഓഫ് ദ പ്ലേറ്റ് ഈസ് ഇൻസുലേറ്റഡ് ആൻഡ് അതർ ഈസ് എർത്ത് കണക്റ്റഡ്. ഒരെണ്ണം ഇൻസുലേറ്റഡ് ആയിരിക്കും, മറ്റേത് എർത്തിനോട് കണക്റ്റഡ് ആയിരിക്കും. ഇനി ഇതിൻ്റെ ഡെറിവേഷൻ എന്ന് പറയുന്നത് ഇ ഈക്വൽ ടു വി ബൈ ഡി എന്നാണ് പറയുന്നത്. അപ്പോൾ വി ഈക്വൽ ടു ഇ ഡി ആവും. ഇ ഡി എന്ന് നമ്മൾ ഇനെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്, സിഗ്മ ബൈ എപ്സിലോൺ 0 അതിവിടെ കൊടുക്കുക. അതുപോലെ ഡി സിഗ്മ ഈക്വൽ ടു എന്താണ് ക്യൂ ബൈ എ ആണ്. അപ്പോൾ അതും നമ്മൾ കൊടുക്കുക. അപ്പോൾ അങ്ങനെ നമുക്ക് വി ഈക്വൽ ടു ക്യൂ ഡി ബൈ എ എപ്സിലോൺ 0 എന്ന് പറഞ്ഞിട്ട് ആൻസർ കിട്ടും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ദി കപ്പാസിറ്റി സി ഓഫ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ഇസ് ഗിവൺ ബൈ സി എന്ന് പറയുന്നത് ക്യൂ ബൈ വി ആണ്. അപ്പോൾ നമ്മൾ അതെല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ സി ഈക്വൽ ടു എപ്സിലോൺ 0 എ ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇത് ആൻസർ കിട്ടും. അതാണ് ഈ ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിൻ്റെ ആൻസർ ആയിട്ട് നമ്മൾ എഴുതി വയ്ക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സ്പെരിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ ഞാനിതിൻ്റെ നോട്ട്സ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, നിങ്ങളതൊന്ന് വായിച്ചു നോക്കുക. കാരണം നമുക്കിത് കുറേ ഉള്ളതുകൊണ്ടൊക്കെ എടുത്ത് പോകാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഈ സ്പെരിക്കൽ കപ്പാസിറ്ററിൻ്റെ ഇക്വേഷനിലോട്ട് വരുമ്പോൾ വി ഈക്വൽ ടു വി എ മൈനസ് വി ബി എന്നാണ് വരുന്നത്. ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ എ മൈനസ് ക്യൂ ബൈ 4 പൈ എപ്സിലോൺ 0 ആർ ബി എന്നാണ് വരുന്നത്. ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് സിയുടെ വാല്യൂ അറിയാം, ക്യൂ ബൈ വി എന്നാണ്. അതുപോലെ ഇത് സോൾവ് ചെയ്ത് വരുമ്പോൾ 4 പൈ എപ്സിലോൺ 0 ആർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ബി മൈനസ് ആർ എ എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരുന്നത്. ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഇതിൽ എന്തൊക്കെയാണ് വരുന്നത് ആ സംഭവങ്ങളൊക്കെ എടുത്ത് എഴുതി വയ്ക്കുക. ലാസ്റ്റ് ഈ ഒരു ഇക്വേഷനാണ് വരിക എന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു ഇക്വേഷനിലോട്ട് എല്ലാം കൊണ്ട് എത്തിക്കുക. നെക്സ്റ്റ് വരുന്നതാണ് സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ. അപ്പോൾ അങ്ങനെ ഒരു 3 കപ്പാസിറ്ററാണ് ഇതിൽ വരുന്നത്. സിലിണ്ട്രിക്കൽ കപ്പാസിറ്റർ കൺസിസ്റ്റ് ഓഫ് സിലിണ്ടർ എ ഓഫ് റേഡിയസ് എ ആൻഡ് ലെങ്ത് ആർ. അപ്പോൾ ലെങ്ത് ആറും അതുപോലെ റേഡിയസ് സിലിണ്ടർ എയുടെ റേഡിയസ് എന്ന് പറയുന്നത് സ്മോൾ എയും ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ഒരു ഇക്വേഷൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഈക്വൽ ടു ക്യൂ ബൈ 2 പൈ എപ്സിലോൺ 0 ആർ എൽ എന്ന് പറഞ്ഞിട്ടാണ്. ഇത് നമ്മൾ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആൻസർ 2 പൈ എപ്സിലോൺ 0 ഡിവൈഡഡ് ബൈ ലോഗ് ബി ബൈ എ എന്ന് പറഞ്ഞിട്ടാണ് ആൻസർ വരുന്നത്.
ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഡൗട്ട്സ് അറിയിക്കുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള റിവിഷൻ ശ്രീയിൽ നിങ്ങൾ വന്ന് മെസ്സേജ് അയക്കാൻ വെച്ചാലും അവിടെ നിന്ന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്